അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. സംരക്ഷണ സമിതി ചെയർമാൻ CS രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ 134ാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിന് സമീപം നിലകൊള്ളുന്ന അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയത്. അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് പുഷ്പാർച്ചന നടത്തിയത്. സംരക്ഷണ സമിതി ചെയർമാൻ CS രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ടായിരുന്നിട്ട് പോലും അത് കൈകൊണ്ടെഴുതി തയ്യാറാക്കുവാൻ നിയോഗിക്കപ്പെട്ട ആളായി മാറിയത് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറാണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹം ജനിച്ചു വളർന്ന നാട്ടിൽ അദ്ദേഹം അനുഭവിച്ച സാമൂഹ്യ അസമത്വത്തിൻ്റെയും ഈ രാജ്യത്ത് നിലനിൽക്കുന്ന അരാജകത്വത്തെയും വളരെ വ്യക്തമായി പഠിക്കുകയും ലോകരാജ്യങ്ങൾ ചുറ്റി സഞ്ചരിച്ച് അനവധിയായ ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും എടുക്കുകയും മുഴുവൻ ലോകരാജ്യങ്ങളുടെയും രാഷ്ട്രമീമാംസകൾ പഠിച്ചിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഇന്ത്യയുടെ ഭരണഘടന എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായ തീരുമാനമുണ്ടായിരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന എഴുതുവാൻ അതിന്റെ നിർമ്മാണ സമിതിയുടെ ചെയർമാനായി അദ്ദേഹം ചുമതലയേറ്റത്. ABM ചാക്കോ മുഖ്യപ്രഭാഷണം നടത്തി. വളരെ തീക്ഷ്ണമായ നിലയിൽ ഇന്ത്യയിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കായിരുന്നു, ഏത് സമൂഹത്തിലും സംസ്കാരത്തിലുമുള്ള ആളുകൾക്കായിരുന്നു, ഏത് സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്കായിരുന്നാലും അനുഭവിക്കത്തക്ക നിലകളിൽ തക്കതായിരിക്കുന്ന ഒരു ഭരണഘടന എഴുതുവാൻ ഇത്രയും പ്രാപ്തനായ മഹാനായ ഒരു വ്യക്തി ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അഭിമാനപൂർവ്വം നമ്മൾ ഓർക്കുന്ന ഈ വേളയിൽ 134ാം അംബേദ്കർ ജയന്തി നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മളെല്ലാവരും എടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ജനാധിപത്യത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും വീക്ഷണം എന്തായിരുന്നു? ജനാധിപത്യം എന്ന് പറയുന്നത് സാധാരണ ജനാധിപത്യത്തെ രാഷ്ട്രീയമായിരിക്കുന്ന ഒരു ജനാധിപത്യം മാത്രമല്ല ഉദ്ദേശിച്ചത്. ജനങ്ങളുടെ ജീവിതത്തിന് നല്ലൊരു സാമ്പത്തികമായിട്ട് വരുന്ന ഒരു ജനാധിപത്യം, അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ സാംസ്കാരികപരമായിരിക്കുന്ന ജനാധിപത്യം, ഇങ്ങനെയുള്ള ജനാധിപത്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് ഏറെ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതം റജി കൂവക്കാട്ട്, സാജു വളക്കടവ, രാജു KP, മനോജ് വടക്കേമുറി, തങ്കമ്മ കാഞ്ചാർ, സാജു വേ, മനോജ് ET, എബിമോൻ ചേറ്റുകുടി എന്നിവർ നേതൃത്വം നൽകി.